20 വർഷങ്ങൾ ഒരു മനുഷ്യായുസ്സിന്റെ വലിയൊരു പങ്ക് നീണ്ട ഇരുണ്ട കാലം തടവറക്കുള്ളിൽ നാളെയുടെ സൂര്യൻ തനിക്കു നേരെ ഉദിക്കുമോ എന്ന് പോലും അറിയാതെ മരണത്തെ മുഖാമുഖം കണ്ടു കഴിഞ്ഞ നാളുകൾ. ഒടുവിൽ പ്രാർത്ഥനകളുടെയും ലോക മലയാളികളുടെ കാരുണ്യത്തിൻ്റെയും ബലത്തിൽ കോഴിക്കോട് കോടാമ്പുഴയിലെ സ്വന്തം വീട്ടുപടിക്കിലേക്ക് അബ്ദുൾ റഹീം വീണ്ടും എത്തുമ്പോൾ അവിടെ പെയ്തിറങ്ങിയത് വെറുമൊരു സന്തോഷം മാത്രമല്ല, അത് 2 പതിറ്റാണ്ടിൻ്റെ കണ്ണീരും വേദനയും തുടച്ചു മാറ്റിയ വികാരനിർഭരമായ നിമിഷങ്ങളായിരുന്നു. നമ്മൾ ഇന്ന് കാണുന്ന ഈ ചിരിക്ക് പിന്നിൽ റഹീമും ആ ഉമ്മയും അനുഭവിച്ച വേദനയുടെ ഒരു വലിയ കടലുണ്ട്. 20 വർഷം മുമ്പ് കുടുംബത്തിൻ്റെ ദാരിദ്ര്യം മാറ്റാൻ, പ്രാരാബ്ദങ്ങൾ വീട്ടാൻ സൗദി അറേബ്യയിലേക്ക് വിമാനം കയറുമ്പോൾ റഹീം ഒട്ടും കരുതിയിരുന്നില്ല തനിക്കായി അവിടെ കാത്തിരിക്കുന്നത് ഒരു വലിയ ദുരന്തമാണെന്ന്. ഒരു വീൽചെയർ രോഗിയായ കുട്ടിയെ പരിചരിക്കുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി സംഭവിച്ച ഒരു അപകടം റഹീമിൻ്റെ ജീവിതത്തെ തകിടം മറിച്ചു. കൊലക്കുറ്റമെന്ന വലിയ ചാർത്തലിൽ ജയിലറക്കുള്ളിലേക്ക് മാറ്റപ്പെടുമ്പോൾ ചോർന്നു പോയത് ഒരു ചെറുപ്പക്കാരൻ്റെ സ്വപ്നങ്ങളും ആയുസ്സുമായിരുന്നു. ആദ്യം ദിയാദനം 1 കോടി രൂപ എന്നറിഞ്ഞപ്പോൾ ഒരു വഴിയുമില്ലാതെ നെഞ്ചുപൊട്ടി കരയാൻ മാത്രമേ ആ ഉമ്മയ്ക്ക് കഴിഞ്ഞിരുന്നുള്ളൂ. പിന്നീട് ആ തുക 34 കോടിയായി ഉയർന്നപ്പോൾ ആ പാവം കുടുംബം പൂർണ്ണമായും തകർന്നു പോയി. മകൻ ഇനി ഒരിക്കലും തിരികെ വരില്ലെന്ന് കരുതി ദിവസങ്ങളോളം ഉറങ്ങാതെ കണ്ണീരൊഴുക്കിയ ഉമ്മ ഫാത്തിമയുടെ പ്രാർത്ഥനകൾ മാത്രമായിരുന്നു ആ ഇരുണ്ട നാളുകളിൽ റഹീമിൻ്റെ ഏക കൂട്ട്. ഇന്ന് ക്യാമറകൾക്ക് മുന്നിൽ ഉമ്മയും മകനും കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ ആ കണ്ണീരിന് ഒട്ടനവധി കാരണങ്ങളുണ്ട്. റഹീം ജയിലിലേക്ക് പോകുമ്പോൾ ഉണ്ടായിരുന്ന പല പ്രിയപ്പെട്ടവരും ഇന്ന് ഈ ഭൂമിയിലില്ല. റഹീമിൻ്റെ യൗവനം മുഴുവൻ ഹോമിക്കപ്പെട്ടത് ആ ഇരുണ്ട ടവറക്കുള്ളിലാണ്. മാഞ്ഞുപോയ ആ 20 വർഷങ്ങൾ ഇനി ആർക്കും റഹീമിന് തിരികെ നൽകാൻ കഴിയില്ല. ഉമ്മയുടെ മുഖത്ത് വീണ വാർദ്ധക്യത്തിൻ്റെ ചുളിവുകളും നഷ്ടപ്പെട്ടു പോയ കാലവുമാണ് റഹീമിൻ്റെ സന്തോഷത്തിനിടയിലും കണ്ണീരൊഴുക്കാൻ കാരണമായത്. തൻ്റെ മകനെ ആദ്യം കണ്ടപ്പോൾ ഉമ്മ പറഞ്ഞത്, തലയിലെ മുടി കൊഴിഞ്ഞു പോയതല്ലാതെ എൻ്റെ കുട്ടിക്ക് വേറെ മാറ്റമൊന്നുമില്ലെന്നാണ്. കരഞ്ഞു കലങ്ങിയ കണ്ണുമായി പാത്തുമ്മ ഉമ്മ തൻ്റെ മകനെ ചേർത്ത് പിടിക്കുമ്പോൾ അത് കണ്ടുനിന്ന ഒരു മനുഷ്യനും കണ്ണീർ വാർക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. മരണത്തിൻ്റെ നിഴലിൽ നിന്നും സ്വന്തം ചോരയെ ജീവനോടെ തിരികെ കിട്ടിയ ഒരു ഉമ്മയുടെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി പറിച്ചലിനും കേരളം സാക്ഷിയായി. റഹീമിനെ നമുക്ക് രക്ഷിക്കണമെന്ന ഒറ്റ ഉദ്ദേശത്തോടെ കോടിക്കണക്കിന് രൂപ ദിവസങ്ങൾക്കുള്ളിൽ സമാഹരിച്ച ആ വലിയ മനസ്സിന് മുന്നിൽ റഹീമും കുടുംബവും ഇന്നും കൈകൂപ്പുകയാണ്. റിയാദിലെ ഇന്ത്യൻ എംബസി നിയമസഹായ കമ്മിറ്റികൾ, നാട്ടിലെ ആക്ഷൻ കൗൺസിലുകൾ, പ്രവാസികൾ, സാമൂഹ്യ മാധ്യമങ്ങൾ, ശബ്ദമുയർത്തിയവർ തുടങ്ങി റഹീമിൻ്റെ മോചനത്തിനായി 1 രൂപയെങ്കിലും നൽകി സഹായിച്ച ലക്ഷക്കണക്കിന് മനുഷ്യരോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഈ നിമിഷത്തിൽ വാക്കുകൾക്ക് അതീതമാണ്. ഇനി കണ്ണീരിൻ്റെ നാടുകളില്ല. ഇരുണ്ട ജയിൽ മുറിയുടെ ഓർമ്മകളെ മായ്ച്ചു കളഞ്ഞ് ഉമ്മയുടെ കൈകൾ പിടിച്ച് റഹീം ഇനി സ്വന്തം നാട്ടിൽ ജീവിക്കും. മനുഷ്യത്വത്തിൻ്റെ ഈ വലിയ വിജയം ലോകത്തിൻ്റെ മുന്നിൽ മലയാളികൾ തെളിയിച്ച ഒരു വലിയ മാതൃക തന്നെയാണ്. ഉമ്മ പറഞ്ഞത് കേട്ടില്ലേ ഈ ഇടയിൽ? എനിക്ക് 2 പെരുന്നാളാണ്. ഒന്ന് എൻ്റെ പെരുന്നാളും മറ്റൊന്ന് എൻ്റെ ഏകനായ രക്ഷിതാവിൻ്റെ പെരുന്നാളും. 20 വർഷങ്ങൾക്ക് ശേഷം ഉമ്മ സന്തോഷത്തോടെ ഈ പെരുന്നാളാണ് കൂടുന്നത്. ഇനിയും ദീർഘകാലം മകനോടൊപ്പം ജീവിക്കുവാനുള്ള ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അള്ളാഹു ഉമ്മാനെയും റഹീമിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് കരളൊരുകി തന്നെ പ്രാർത്ഥിക്കാം.